അല്ല ഗൈസ്, തിരുനെൽവേലി അലുവ ഉണ്ടാക്കാൻ വേണം. തിരുനെൽവേലി അലുവ അപ്പോൾ 11 മണി ഇങ്ങനെ ഗോതമ്പ് വെള്ളത്തിൽ നനയാറുണ്ട്. കറക്റ്റ് 11 മണിക്കൂറായിട്ടുണ്ട്. ഇനി മിക്സി ജാറിലിട്ട് അരക്കാൻ പോലെയാണ്. മിക്സി ജാറിൻ്റെ അകത്ത് അരക്കണം, അതായത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഓരോ കൈ ഓരോ ഇട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ അരടിച്ചെടുക്കുക. 1.5 കൈ ഇട്ടിട്ടുണ്ടേ. ഈ പരുവത്തിൽ അരഞ്ഞ് കിട്ടിയാൽ മതി. ഈ പരുവത്തിൽ എന്നിട്ട് നമുക്കിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അത് ഫുള്ളായിട്ട് അരച്ചെടുക്കണം. അത് വേറെ പാത്രം അതുപോലെ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് വെക്കണം. ഇങ്ങനെ നേരം ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് നേരെ മാറ്റി വെക്കുക. ഇതിൽ വെച്ച് ഇങ്ങനെ വടിയിട്ട് എടുക്കുക. ഫസ്റ്റ് ക്വാളിറ്റി പാലെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതും കൂടി പിഴിഞ്ഞെടുക്കണം. ഇത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ അകത്ത് മൈദയൊക്കെ സെപ്പറേറ്റ് വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. ഇതൊന്നും കൂടി ഫിൽറ്റർ ചെയ്യണം. ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും മൊത്തത്തിലെല്ലാം കൂടി ഒന്നിച്ച് വെച്ചാൽ മതി. നമുക്ക് ഫിൽറ്റർ ചെയ്തതിൽ എത്ര ഇനി ഇത് പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് മാറ്റി വെക്കണം. മൂടി വെക്കുക. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 3 ഐറ്റം ഉള്ളൂ: ഗോതമ്പ്, പഞ്ചസാര, നെയ്യ്. ഈ 3 ഐറ്റം വെച്ച് തിരുനെൽവേലി അലുവ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈമാണ് കൂടുതലാകുന്നത്. ഈ സാധനം ഇനി നാളെ 10 മണിക്കൂറായി കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടിയിലേക്ക് നന്നായി തെളിഞ്ഞ് വരും. നാളെ ബാക്കി ഇനി വീണ്ടും എടുത്തിട്ടിടാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെള്ളം ഇരിപ്പുണ്ട്, അടിയിൽ മറ്റേ ഇരിപ്പുണ്ട്. ഈ വെള്ളം ഊറ്റിക്കളയാം. ഗൈസ്, വെള്ളം എല്ലാം അടിച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കും. ഒരു പാത്രം, ഒരു മുന്ത, ഇതേപോലത്തെ ഒരു മുന്തയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടില പഞ്ചസാര, 2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ പിടിക്കും. സാവധാനം വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പഞ്ചസാര ഇങ്ങനെ നന്നായിട്ട് മെൽറ്റാവണം. ശർക്കര മെൽറ്റായിട്ടുണ്ട്. ശർക്കര അല്ല, പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവണം. തരിയൊക്കെ പോകണം. നന്നായിട്ട് മെൽറ്റായി തരിയൊക്കെ ഉണ്ടാവും. തരിയെല്ലാം പോയി നല്ല ഇതായിട്ട് മാറണം. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നോക്കുക, കുറച്ചും കൂടി കട്ടമായിട്ട് കുറച്ചും കൂടി തിക്നെസ് ആണ്. ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഇറ്റിറ്റ് വേണ്ട, നൂല് പോലെ തന്നെ വേണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം, കലക്കണം. ഇപ്പോൾ ഏകദേശം പാകത്തിലേക്കൊക്കെ ഇതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സൈഡൊക്കെ ഇളക്കി കൊടുക്കുക. നല്ല കയറ്റ് വരുന്ന ടൈമിലാണ് നെയ്യ് ചേർക്കേണ്ടത്. അപ്പോൾ അലുവയുടെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിക്കൊന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ഇതായിട്ട് അപ്പോൾ ഇനി നെയ്യ് ചേർക്കുക. കാരണം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ചേർക്കണം. കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ച് ഈ കഷ്ണമൊക്കെ സെപ്പറേറ്റായിട്ട് മാറും. നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ച് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. പിന്നെ ഇത് ചൂടാറുമ്പോൾ ചൂട് തിക്കാവും. ഗ്യാസ് ഫുള്ളായിട്ട് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി ഒട്ടി പിടിക്കും. നമ്മുടെ തിരുട്ടക്കല അലുവ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഒരെണ്ണം കഴിഞ്ഞായിരുന്നു. സെക്കൻഡ് റൗണ്ടാണ്.